നമസ്കാരം. ദിലീപുമായി സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ലെന്ന് ഗായിക റിമി ടോമി. റിമി ടോമിയെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നില്ലെന്ന് ADGP R ശ്രീലേഖ. യുവനടി പീഡനത്തിനിരയായെന്നും പരാതി. പീഡിപ്പിച്ച് 33 ലക്ഷം രൂപ തട്ടിയെടുത്തത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. കോട്ടയത്ത് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ആശ്വാസ് ഭവൻ ഡയറക്ടർ അറസ്റ്റിൽ. ആലുവയിൽ 2,71.5 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടിയെന്നും വാർത്ത. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. നടൻ ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അതേസമയം നിലവിലെ പരിശോധനയിൽ അതൃപ്തി രേഖപ്പെടുത്തി പരാതിക്കാർ രംഗത്ത് വന്നു. റിപ്പോർട്ടിലേക്ക്. തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 20 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് രാവിലെ 10:30 പരിശോധനയ്ക്ക് എത്തിയത്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ സമാന സർവേ നമ്പറുകളുള്ള ഭൂമികളിലാണ് ആദ്യം അളവ് നടന്നത്. ഉച്ചയോടെ കയ്യേറ്റം ആരോപിക്കപ്പെടുന്ന തിയേറ്ററിന് പിൻവശത്ത് സർവേ തുടങ്ങി. കണ്ണമ്പുഴ ക്ഷേത്രത്തോട് ചേർന്നുള്ള ചാലക്കുടി പുഴയോരത്തെ കനാലാണ് കയ്യേറിയെന്ന പരാതിയുള്ളത്. 80 സെന്റിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്കാണ് കയ്യേറിയതെന്ന് പരാതിക്കാർ ആരോപിച്ചിരുന്നു. 3:30 സർവേ നടപടികൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ സർവേ സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് നൽകും. ബസ്സുടമസ്ഥന്മാർക്ക് ബസ്സുടമസ്ഥന്മാർക്കെല്ലാം നോട്ടീസ് കൊടുത്ത് സർവേ നടത്തുക കളക്ടർ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് കളക്ടർ കൂടി നടപടി നടന്നുകൊണ്ടിരിക്കുന്നേ. വേറെ പ്രത്യേകിച്ച് റിപ്പോർട്ട് താമസിയാതെ തന്നെ റിപ്പോർട്ട് കൊടുക്കും. അതേസമയം കയ്യേറ്റം സംബന്ധിച്ച പരിശോധന നടത്തുന്നതിനെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചില്ലെന്നും നിലവിലെ സർവേയിൽ അതൃപ്തിയുണ്ടെന്നും പരാതിക്കാർ ആരോപിച്ചു. ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കൻ പറവൂരിലെ കരുമാലൂരിൽ ദിലീപ് കയ്യേറിയെന്നാരോപിക്കുന്ന 2 ഏക്കർ ഭൂമി റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കുന്നു. 30 സെന്റോളം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന വില്ലേജ് ഓഫീസറുടെ പ്രാഥമിക റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അതേസമയം സമീപത്തുള്ള കയ്യേറ്റങ്ങളും അളക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥലത്ത് പ്രതിഷേധമുയർത്തി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദിലീപിന്റെ സ്ഥലത്തെ ചുറ്റുമതിലിന്റെ ചില ഭാഗങ്ങൾ പൊളിക്കുകയും ചെയ്തു. കരുമാലൂർ പഞ്ചായത്തിലെ കാരക്കാതുരുത്തിൽ പെരിയാറിന് തീരത്തുള്ള 2 ഏക്കറോളം ഭൂമിയിൽ 30 സെന്റ് പുറമ്പോക്ക് ദിലീപ് കയ്യേറിയെന്ന വില്ലേജ് ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തിയത്. പ്രദേശത്തെത്തിയ സർവേ സംഘം ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പൂർണ്ണമായും അളക്കാൻ 3 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. 2006 ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും പേരിൽ 2 ഏക്കർ ഭൂമി വാങ്ങിയത്. UDF സർക്കാരിന്റെ കാലത്ത് ഈ സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തിയും കുളിക്കടവും നിർമ്മിച്ച് നൽകുകയും ചെയ്തു. ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെയായിരുന്നു ഭിത്തിയും കുളിക്കടവും നിർമ്മിച്ച് നൽകിയത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് GD ഷിജു അറിയിച്ചു. പറപ്പള്ളിക്കാവ് സ്ലൂയിസ് കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തി തന്നെ ഈ ദിലീപിൻ്റെ ഭൂമിക്ക് സംരക്ഷണ ഭിത്തി ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവിൽ ദിലീപിൻ്റെ ഭൂമിക്ക് സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ സർക്കാർ ചെലവിൽ ആ പദ്ധതിയിൽപ്പെടുത്തി തന്നെ സർക്കാർ ചെലവിൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്തായി ഒരു കുളിക്കടവ് കൂടി ഇറിഗേഷൻ PWD അധികാരികൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് മുഖ്യമന്ത്രി തുടങ്ങി വിജിലൻസ് ഡയറക്ടർ വരെയുള്ള മുഴുവൻ ആളുകൾക്കും പരാതി നൽകിയിട്ടുള്ളത്. ഇത് കയ്യേറ്റവും ഒഴിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ദിലീപിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തിയും 50 ലക്ഷം രൂപയോളം മുടക്കി സംരക്ഷണ ഭിത്തിയും അതുപോലെ കുളിക്കടവ് നിർമ്മിച്ച ഉദ്യോഗസ്ഥ അന്നത്തെ ഭരണപക്ഷ രാഷ്ട്രീയ ഗൂഢാലോചനയും കൂടി നിയമവിധേയമായി കൊണ്ടുവരണം എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ നിലപാട്. അതേസമയം ദിലീപിന്റെ സ്ഥലത്തിനോട് ചേർന്നുള്ള പെരിയാറിന്റെ സമീപ പ്രദേശത്തെ മറ്റ് കയ്യേറ്റങ്ങളും അളക്കണമെന്നാവശ്യപ്പെട്ട് UDFും BJPയും പ്രതിഷേധ പ്രകടനം നടത്തി. അതിനിടെ ദിലീപിന്റെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ചില ഭാഗങ്ങൾ DYFI പൊളിച്ചു മാറ്റി. തുടർന്ന് പോലീസ് ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പറവൂർ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഭൂമി അളക്കാനിരുന്നെങ്കിലും സർവേ ഉദ്യോഗസ്ഥർ മാത്രമാണ് നടപടികൾക്കായി എത്തിയതും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഫോൺ വിളികൾ സംബന്ധിച്ചുമാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ തനിക്ക് ദിലീപുമായി സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ലെന്ന് റിമി പ്രതികരിച്ചു. അന്വേഷണ സംഘത്തിലംഗമായ പെരുമ്പാവൂർ CI ബൈജു കെ പൗലോസ് ഫോൺ മുഖേനയാണ് റിമിയുടെ മൊഴിയെടുത്തത്. ദിലീപ്, കാവ്യ എന്നിവരുമായി തുടർച്ചയായുള്ള ഫോൺ സംഭാഷണങ്ങൾ, ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചാണ് റിമിയോട് പോലീസ് ചോദിച്ചറിഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ആരിൽ നിന്നാണ് റിമി അറിഞ്ഞതെന്നും പോലീസ് ആരാഞ്ഞു.
വിദേശ പര്യടനത്തിനിടെ ഉണ്ടായ സംഭവവികാസങ്ങളും റിമിയോട് പോലീസ് ചോദിച്ചറിഞ്ഞു. 2 അമേരിക്കൻ പര്യടനങ്ങളിൽ ദിലീപിന്റെ സംഘത്തിൽ റിമിയും ഉൾപ്പെട്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം നൽകിയ ശേഷം 2017 ഏപ്രിലായിരുന്നു ഒടുവിലത്തെ US പര്യടനം. പര്യടനത്തിനിടയിലെ ദിലീപിന്റെയും കാവ്യയുടെയും പെരുമാറ്റം, സംഭാഷണങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ദുബായ് ഷോയ്ക്കിടെ ദിലീപും നടിയും തമ്മിലുള്ള വാക്കുതർക്കത്തിലും റിമി ദൃക്സാക്ഷിയായിരുന്നു. ഈ സംഭവം സംബന്ധിച്ചും പോലീസ് ചോദിച്ചറിഞ്ഞു. റിമിയുടെ ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഇതിനെ തുടർന്ന് മൊഴി വിശദമായി പരിശോധിക്കുകയാണ്. ആവശ്യമെങ്കിൽ റിമിയെ വിളിച്ചുവരുത്തി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. എന്നാൽ താനും ദിലീപുമായി യാതൊരു സാമ്പത്തിക ഇടപാടുകളുമില്ലെന്നും തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും റിമി പ്രതികരിച്ചു. ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ താരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ നിർണായകമായ ചില അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നില്ലെന്ന് ADGP R ശ്രീലേഖ. ഇത് സംബന്ധിച്ചുള്ള വാർത്ത എങ്ങനെ പുറത്തു വന്നുവെന്ന കാര്യം അന്വേഷിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. അതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ പത്രക്കാർ പറയുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒരു വാർത്തയും കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പത്രത്തിൽ കൂടെയുള്ള ന്യൂസേ ഉള്ളൂ. അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നത് എൻ്റെ അറിവിലില്ല. ആരോപണം പത്രത്തിലൂടെയല്ലേ ഉയർന്നത്. ആരാണ് ആരോപണം ഉണ്ടാക്കിയതെന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരത്തെയും സംവിധായകനും നടനുമായ ലാലിനെയും വിമർശിച്ച് വിമൻ ഇൻ സിനിമ കളക്ടീവ്. പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറയുന്നതും ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നത്. മറ്റൊരു നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണെന്ന് WCC കുറ്റപ്പെടുത്തുന്നു. സിനിമാ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതി ഇല്ലായ്മയുടെയും അഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ WCC വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള സിനിമയിലെ 2 നടിമാർ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രതികരണം. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരം സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ആഴം എത്രത്തോളമാണെന്നതും വെളിപ്പെടുത്തുന്നതാണ് ഈ പരാതികളെന്ന് WCC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. നിർമ്മാതാക്കളുടെ താൽപര്യാർത്ഥം തയ്യാറാക്കപ്പെടുന്ന കരാറുകൾക്ക് പകരം വേതനം, തൊഴിൽ സമയം, ഡ്യൂപ്പിന്റെ ഉപയോഗം തുടങ്ങിയ ഘടകങ്ങൾ കൂടി സ്ത്രീപക്ഷത്തു നിന്ന് പരിഗണിച്ച് കരാറുകൾ പുനഃസംഘടിപ്പിക്കണം. പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറഞ്ഞ നടനും സംവിധായകനുമായ ലാലിനെയും ഇവർ ശക്തമായി വിമർശിക്കുന്നു. പ്രതിഫലം കൊടുക്കില്ലെന്ന് പരസ്യമായി പറയാനുള്ള ധാർഷ്ട്യം കാണിക്കുന്നത് ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നതെന്നാണ് വിമർശനം. സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനെതിരെ മറ്റൊരു നടി പരാതി നൽകിയിരുന്നു. ഈ സഹപ്രവർത്തകയെ ബോഡി ഷെയ്മിംഗ് നടത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണ്. 2 നടിമാരുടെ പരാതികളിലും ഈ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതി ഇല്ലായ്മയുടെയും അഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും WCC വിമർശിക്കുന്നു. ചെറുത്തുനിൽപ്പിന്റെ ശബ്ദങ്ങളെ വിലക്കുകളിലൂടെയും നിരോധനങ്ങളിലൂടെയും നിയന്ത്രിക്കുന്നവരോട് സ്ത്രീകൾ ഉറക്കെ കലഹിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും സംഘടന ഓർമ്മിപ്പിക്കുന്നു. നീതി തേടിയുള്ള ഞങ്ങളുടെ ഈ സഹപ്രവർത്തകരുടെ യാത്രയ്ക്കൊപ്പം ഞങ്ങളുമുണ്ടെന്ന ഉറപ്പു നൽകിയാണ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യുവനടിയെ പീഡിപ്പിച്ച് 33 ലക്ഷം രൂപ തട്ടിയെടുത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അറസ്റ്റിൽ. നായകാവേശം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. യുവനടന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ കൊടുങ്ങല്ലൂർ സ്വദേശി വിൽസൺ പോളിനെയാണ് കൊച്ചി നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമയിൽ നായികാവേഷം വാഗ്ദാനം ചെയ്ത 1 വർഷക്കാലത്തോളം തന്നെ പ്രതി പീഡിപ്പിച്ചതായി നടി നൽകിയ പരാതിയിൽ പറയുന്നു. സിനിമയിൽ അവസരം ലഭിക്കാതെ വന്നതോടെയാണ് പരാതിയുമായി യുവതി പോലീസിനെ സമീപിച്ചത്. യുവതിയുടെ ഫോണിൽ നിന്നും പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീയെ പല രീതിയിലും മന്ത്രവാദങ്ങളും മറ്റും പ്രയോഗിച്ച് മരിച്ചുപോയ കാമുകിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രതി വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെയും കബളിപ്പിച്ച് 15 ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് പരാതി മറ്റു കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഫോട്ടോഷൂട്ടിനെന്ന പേരിൽ ഹോട്ടലുകളിൽ മുറിയെടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. പ്രമുഖ താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ചാണ് പ്രതി യുവനടിയുടെ വിശ്വാസ്യത നേടിയെടുത്തത്.
നായികാവേഷം ലഭിക്കുന്നതിന് മന്ത്രവാദമടക്കമുള്ള ആഭിചാരക്രിയകൾ നടത്തുന്നതിന് എന്ന പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തു. 33 ലക്ഷത്തോളം രൂപ പ്രതി കൈക്കലാക്കിയതായും യുവനടിയുടെ പരാതിയിലുണ്ട്. ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന യുവതിയിൽ നിന്നും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോട്ടയം പാമ്പാടിയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ആശ്വാസ് ഭവൻ ഡയറക്ടർ അറസ്റ്റിലായി. പാമ്പാടി സ്വദേശി ജോസഫ് മാത്യു ആണ് പിടിയിലായത്. പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. കോട്ടയം പാമ്പാടി ആശ്വാസ് ഭവനിലുണ്ടായിരുന്ന ബാലികയെ ഡയറക്ടറായ ജോസഫ് മാത്യു പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. 2016 സംഭവം നടക്കുന്നത്. പെൺകുട്ടി സ്കൂളിലെ അധ്യാപകരോട് പറഞ്ഞതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും പോലീസിന് കേസ് കൈമാറുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഒളിവിൽ പോയ ജോസഫ് മാത്യുവിനെ ഇന്നലെ കുട്ടിക്കാനത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നുവെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എൻ രാമചന്ദ്രൻ പറഞ്ഞു. ഈ ജോസഫ് മാത്യു ഈ കുട്ടിയെ ലൈംഗികമായി 2016 ചൂഷണം ചെയ്തു എന്ന് മനസ്സിലായതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോക്സോ 9 സെക്ഷൻ 9 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പാമ്പാടി CM സംഘവും അവർ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോസഫ് മാത്യുവിനെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. CWCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആശ്വാസ് ഭവന്റെ പ്രവർത്തനം മരവിപ്പിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന 12 കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന യുവാവ് പിടിയിലായി. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഇടുക്കി കാന്തല്ലൂർ സ്വദേശിയാണ് അറസ്റ്റിലായത്. ഇയാൾ 2 വർഷമായി ഒളിവിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യമെടുത്ത് മുങ്ങി നടക്കുകയായിരുന്ന പ്രതിയാണ് അറസ്റ്റിലായത്. കാന്തല്ലൂർ മിഷൻ വയൽ സ്വദേശി രാജേഷാണ് പിടിയിലായത്. 2014 വീടിന് സമീപത്ത് താമസിക്കുന്ന വികലാംഗയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് നടപടി. നേരത്തെ അറസ്റ്റിലായിരുന്ന പ്രതി ജാമ്യം ലഭിച്ചതോടെ ഒളിവിൽ പോകുകയായിരുന്നു. പിന്നീട് 2 വർഷമായി രാജേഷിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മറയൂർ SIക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി വീണ്ടും വലയിലായത്. തൊടുപുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. രാജേഷ് ചന്ദനം അടയ്ക്ക മോഷണ കേസുകളിലും പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി രാജകുമാരി NSS കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗിങ്ങിന്റെ പേരിൽ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തെ തുടർന്ന് കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിച്ച വിദ്യാർത്ഥി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസിലും കോളേജ് അധികൃതർക്കും വിദ്യാർത്ഥിയുടെ മാതാവ് പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് 2ാം വർഷ BSc ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ പൊട്ടൻകാട് 20 ഏക്കർ സ്വദേശി ഇമ്മാനുവൽ ജോസിനെ റാഗിങ്ങിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ഭാരമുള്ള വസ്തുകൊണ്ട് മുഖത്ത് അടിയേറ്റ വിദ്യാർത്ഥിയെ മുല്ലക്കാനം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മർദ്ദനത്തെ തുടർന്ന് വിദ്യാർത്ഥിയുടെ കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിച്ചിട്ടുണ്ട്. കോളേജിന്റെ മുറ്റത്തിരുന്ന് പാട്ടുപാടിയതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയെന്നോണമാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി കോളേജിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചത് എന്ന് ഇമ്മാനുവൽ പറയുന്നു. പാട്ട് പാടിയപ്പം നിങ്ങൾ തേർഡ് ഇയർ ആയിട്ട് പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് BSc തേർഡ് ഇയേഴ്സ് വന്ന് പ്രശ്നമുണ്ടായി. അപ്പം ഞങ്ങൾ പാട്ട് പാടിയതിൽ എന്നാ തെറ്റെന്ന് ചോദിച്ചപ്പോൾ അവരങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ താഴേന്ന് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി ചെന്നപ്പോൾ താഴേന്ന് കുറേ തേർഡ് ഇയേഴ്സിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. അപ്പോഴത്തേനും ഞങ്ങൾ അറിയാവുന്ന കുറച്ച് തേർഡ് ഇയേഴ്സ് കയറി വന്ന് അത് പ്രശ്നം പരിഹരിച്ച് എന്നും പറഞ്ഞുകൊണ്ട് തള്ളി ഞങ്ങളെല്ലാം മാറ്റിവിട്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി വന്നു. അപ്പോൾ അവിടെ വെച്ച് തല്ലുണ്ടായി തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ഒരു കൂട്ടുകാരനെ ഒറ്റയ്ക്കിട്ട് തല്ലാനുണ്ട്. ഞാൻ അവനെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ എന്നെ ഒരു കാര്യമില്ലാണ്ട് അവർ ഒരു 3-4 BBA തേർഡ് ഇയേഴ്സാണ് എന്നെ അവിടെ വെച്ച് തല്ലിയത്. അവർ വലിച്ച് റോട്ടിലോട്ട് ഇട്ടിട്ട് ആദ്യമേ ബാഗിലെന്തോ കട്ടിയുള്ള വസ്തു ഇട്ട് മുഖത്തിട്ടടിക്കുമായിരുന്നു. മുഖത്തിട്ടടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കംപ്ലീറ്റ് റിലേ പിന്നെ എനിക്ക് ഓർമ്മയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല എന്നെ സംഭവിച്ചൊന്നും. കുറേ പേര് എന്നെ കൂട്ടം കൂടി തല്ലി. അതിൽ എൻ്റെ കണ്ണിന് ഒരു കാഴ്ചശക്തി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മാതാവ് രാജാക്കാട് പോലീസിലും കോളേജ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലുവയിൽ 2,71,5 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി. നിരോധിച്ച 1000-ന്റെയും 500-ന്റെയും നോട്ടുകളാണ് പിടികൂടിയത്. സംഭവത്തിൽ ഒരു സ്ത്രീയടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റൂറൽ SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ആലുവ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് കള്ളപ്പണം പിടികൂടിയത്. പറവൂർ കവലിൽ പരിശോധനയ്ക്കിടെ പോലീസിന് വെട്ടിച്ചു കിടന്ന പജീറോ വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. 2,71,5 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. ബാഗിൽ നിറച്ച 1000-ന്റെ 122 കെട്ടും 500-ന്റെ 299 കെട്ടുമാണ് പിടികൂടിയത്.
ഒരു സ്ത്രീയടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ ചുണങ്ങംവേലി സ്വദേശി ജിജു, പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശി നിതിൻ, കടമറ്റം സ്വദേശി അനൂപ്, മലപ്പുറം രണ്ടത്താണി സ്വദേശികളായ അമീർ, അലി, ആലുവ തോട്ടുമുഖം സ്വദേശിനി ലൈല പരീദ് എന്നിവരാണ് പിടിയിലായത്. വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇവരിൽ IT, ബാങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് റൂറൽ SP AV ജോർജ് പറഞ്ഞു. ഇത് കള്ളപ്പണം തന്നെയാണ്, ഞാൻ സംശയം വേണ്ട. ആ കള്ളപ്പണം ആയിരുന്നത് ഏത് സോഴ്സിൽ വന്നു, ആര് കൊടുത്തയച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റുമായിട്ടും അതുപോലെ തന്നെ ഇൻകം ടാക്സുമായിട്ടുള്ള നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ പൈസ കൊടുത്തത് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷണം നടത്താൻ വേണ്ടി DYSPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DYSP ചെയ്യുന്നുണ്ട്. ഒരു ടീം ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കും. ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കള്ളപ്പണവുമായി കടന്ന വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കള്ളപ്പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും കള്ളപ്പണം പരിശോധിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരിന്തൽമണ്ണ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിയുടെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. കണക്കുകളിൽ തിരിമറി നടത്തി സൊസൈറ്റിയുടെ ഭാരവാഹികളാണ് കൊള്ള നടത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പേരിൽ പോലും ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചതിനും തെളിവ്. മുസ്ലിം സമുദായത്തിലെ പിന്നാക്കക്കാരുടെ ക്ഷേമത്തിനെന്ന പേരിലാണ് പെരിന്തൽമണ്ണയിൽ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. സൊസൈറ്റി നിയമമനുസരിച്ചുള്ള ഓഡിറ്റിംഗ് പോലും പിന്നെ നടന്നില്ല. ഫീസിനത്തിൽ കൈപ്പറ്റിയ വരവുകൾ എഴുതിവച്ചില്ല. സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ സഹായത്തോടെ ലക്ഷങ്ങൾ കമ്മിറ്റി ഭാരവാഹികൾ അടിച്ചുമാറ്റി. പ്രസിഡന്റായിരുന്ന C മുസ്തഫയും കമ്മിറ്റി അംഗങ്ങളായ P അലിക്കുട്ടി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പേരിൽ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ ഈ എഗ്രിമെന്റ് ചെന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു, പല വ്യക്തികളും 30 ലക്ഷം 40 ലക്ഷം ഓരോരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെ അവിടുത്തെ സ്റ്റാഫുകളെ 11,000 15,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ ഒരു കൊല്ലം ട്രാൻസ്ഫർ ചെയ്ത് 1 കോടി 1.5 കോടിയുടെയൊക്കെ ഇടപാടുകൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നടത്തിപ്പിൽ പരാതി ഉയർന്നതോടെ കൊള്ളസംഘമായി മാറിയ കമ്മിറ്റി പുതുക്കിയെങ്കിലും പ്രസിഡന്റ് ട്രഷററായി. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എടപ്പാളിൽ ഹൃദയാഘാതത്തിന് ചികിത്സ നടത്തിയിരുന്ന വ്യാജ ഡോക്ടർ പിടിയിലായി. കൊടുങ്ങല്ലൂർ കുരുപ്പീടിക സ്വദേശി റഹീമാണ് പോലീസിന്റെ പിടിയിലായത്. പരിശോധന നടത്തുന്ന ക്ലിനിക്കിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 5 മാസം മുമ്പാണ് അണ്ണക്കമ്പാട്ട ടൂറിസ്റ്റ് ഹോമിൽ റഹീം സേഫ് ഹാർട്ട് എന്ന പേരിൽ ക്ലിനിക് തുടങ്ങിയത്. ഹൃദ്രോഗികൾക്ക് അക്യുപങ്ക്ചർ, EECP, കാർഡിക് വാസ്കുലർ ട്രീറ്റ്മെന്റ് തുടങ്ങി ഒട്ടേറെ ചികിത്സകൾ ഈ 10ാം ക്ലാസ്സുകാരൻ നൽകിയിരുന്നു. റഹീമിന് MD ബിരുദമുണ്ടെന്നും വേറെ 2 ഡോക്ടർമാർ ക്ലിനിക്കിൽ വന്നു പോകുന്നുണ്ടെന്നും ബോർഡിൽ എഴുതിവെച്ചിട്ടുണ്ടെങ്കിലും ചികിത്സ ഇയാൾ മാത്രമാണ് നടത്തിയിരുന്നത്. ക്ലിനിക് നടത്തുന്നതിനുള്ള ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല. DMOക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള റഹീം എന്ന് പറയുന്ന ആള് നിലവിലെ യാതൊരുവിധ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമോ അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനോ അംഗീകൃത സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ വ്യാജമായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് അവിടെ 3 മാസക്കാലമായിട്ട് രോഗികളെ ചികിത്സ നടത്തി വരികയാണെന്നും ഇത്തരം ചികിത്സ മൂലം രോഗികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടെന്നുള്ള പരാതിന്മേൽ ചെങ്ങന്നൂർ പോലീസ് ഇന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഓൺലൈൻ വഴി സംഘടിപ്പിച്ച നിരവധി സർട്ടിഫിക്കറ്റുകളും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ബോർഡിൽ എഴുതിവെച്ച പേരും ഇയാളിൽ നിന്ന് കണ്ടെടുത്ത വിവിധ സർട്ടിഫിക്കറ്റുകളിലെ പേരും വ്യത്യാസമുണ്ട്. റഹീമിനെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഒരിടവേള കൂടി. M. വിൻസെന്റ് MLAയുടെ അറസ്റ്റിനെ ചൊല്ലിയുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 5 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. അതേസമയം വിൻസെന്റ് MLAയുടെ വീട്ടിലേക്ക് LDF മാർച്ച് സംഘടിപ്പിച്ചു. നെയ്യാറ്റിൻകര, കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഇന്നു മുതൽ 5 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. M. വിൻസെന്റ് MLAയെ അനുകൂലിച്ച് കോൺഗ്രസ് പ്രവർത്തകരും രാജി ആവശ്യപ്പെട്ട CPM-ഉം തമ്മിൽ വലിയ സംഘർഷമാണ് ഇന്നലെ ബാലരാമപുരത്തുണ്ടായത്. പോലീസ് ലാത്തി വീശിയതോടെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഇന്ന് വീണ്ടും M. വിൻസെന്റിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന CPM-ഉം തടയുമെന്ന കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് സംഘർഷ സാധ്യതയെന്ന് കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 5 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്.
എന്നാൽ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന തെളിയിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ച നെയ്യാറ്റിൻകര MLA അൻസൽനം രംഗത്തെത്തി. തനിക്കെതിരെയുള്ള ആരോപണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വവും KPCC നേതൃത്വവും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും ഒക്കെ തന്നെ ആക്ഷേപകരമായ രൂപത്തിലേക്ക് ഗൂഢാലോചന നടത്തി എന്ന് നിരന്തരം ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. വളരെ ബോധപൂർവമായി എന്നെയും ഒപ്പം പാർട്ടിയും വലിച്ചിഴച്ചുകൊണ്ട് നടത്തുന്ന ഈ കുപ്രചരണങ്ങൾ അസംബന്ധമാണ്. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് ഞാൻ പോകും. അതേസമയം പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനാണ് സാധ്യത. ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരുകൂട്ടരും നടത്താനിരുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആക്രമിക്കപ്പെട്ട നടിക്കെതിരായി മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. വിമൻ ഇൻ കളക്റ്റീവ് സിനിമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ADGP B സന്ധ്യയ്ക്കാണ് അന്വേഷണ ചുമതല. ഈ റിപ്പോർട്ടുമായി ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് മുൻ DGP സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന നൽകിയ പരാതി പരിഗണിച്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ADGP B സന്ധ്യയുടെ മേൽനോട്ടത്തിൽ IG മനോജ് എബ്രഹാമായിരിക്കും വിഷയം അന്വേഷിക്കുക. ഒരു മലയാളം ഓൺലൈൻ മാസികയ്ക്ക് സെൻകുമാർ നൽകിയ അഭിമുഖത്തിനിടയിലാണ് വിവാദ പരാമർശങ്ങൾ നടത്തിയതെന്നാണ് ആരോപണം. സമാന അഭിമുഖത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം നടത്തിയതിന് സെൻകുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കേസിൽ സെൻകുമാർ ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല മുൻകൂർ ജാമ്യം നേടിയിട്ടുമുണ്ട്. ഈ ഘട്ടത്തിലാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട പുതിയ കേസ് സെൻകുമാറിനെതിരെ വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.